തൃശൂർ അതിരപ്പള്ളിയിൽ കൂട്ടിൽ പുലി കുടുങ്ങി. വെട്ടിക്കുഴിയിൽ വനംവകുപ്പ് സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. 60 കോഴികളെ കഴിഞ്ഞ ദിവസം പുലി പിടിച്ചിരുന്നു. തുടർന്നാണ് നാട്ടുകാരുടെ പരാതിയിൽ കൂട് സ്ഥാപിച്ചത്. പുലിയുടെ ആരോഗ്യനില തൃപ്തികരമായതിനാൽ കാട്ടിൽ തുറന്നുവിടാനാണ് ആലോചന. ഷാബാസ് അഹമ്മദ് വിവരങ്ങളുമായി ചേരുകയാണ്. ഷാബാസ് അഹമ്മദ് സ്ഥലത്ത് തന്നെ ഉണ്ട് എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. ഷാബാസ്, അവിടെ ഉണ്ടോ? ഈ കാണുന്ന ദൃശ്യങ്ങൾ നമ്മൾ തത്സമയം കാണുന്ന ദൃശ്യങ്ങളാണ്. പുലിയെ കാണാം നമുക്ക്. തീർച്ചയായും മാധുത, പുലി കുടുങ്ങിയ കൂട്ടിന് അടുത്ത് തന്നെ ഉണ്ട്. ഈ കാണുന്ന ഈ കൂട്ടിലാണ് പുലി കുടുങ്ങിയിരിക്കുന്നത്. ഇന്ന് പുലർച്ചയോട് കൂടിയാണ് ഈ അതിരപ്പള്ളി മേഖലയിലെ വെട്ടിക്കുഴി ഭാഗത്ത് ഈ വനംവകുപ്പ് സ്ഥാപിച്ച ഈ ഒരു കൂട്ടിനകത്ത് പുലി കുടുങ്ങിയത്. ഏകദേശം 1.5 മാസം മുൻപ് സ്ഥാപിച്ച കൂടാണ്. ഇതുവരെ പുലി 1.5 മാസമായി ഈ കൂട്ടിലേക്ക് തിരിഞ്ഞു നോക്കിയിരുന്നില്ല. ഇന്ന് പുലർച്ചെയാണ് ഇത്തരത്തിൽ ഇന്ന് ഈ കൂട്ടിലേക്ക് വന്ന് അകപ്പെടുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പുലിയെ മാറ്റാനുള്ള നടപടികളാണ് വനംവകുപ്പ് ഉദ്യോഗസ്ഥർ നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ ഈ പുലി കുടുങ്ങിയിരിക്കുന്നത് ഇവിടെയുള്ള ഈ റോയ്ചേട്ടന്റെ ഈ സ്ഥലത്താണ്. ഈ റോയ്ചേട്ടന്റെ ഈ സ്ഥലത്താണ് ഇത്തരത്തിൽ ഇവിടെ ഈ കൂട് സ്ഥാപിച്ചിരുന്നത്. ഇപ്പോൾ 1.5 മാസമായി പുലിയുടെ ശല്യം ഉണ്ട് അല്ലേ? 1.5 മാസമായിട്ട് പുലിയുടെ ശല്യമുണ്ട്. അന്ന് പുലി വന്ന് കോഴീനെ പിടിച്ചു പോയെങ്കിലും അന്ന് വൈകുന്നേരം തന്നെ ഇവരുടെ പേർക്ക് കൊണ്ടുവന്ന് കൂട് സ്ഥാപിച്ചെങ്കിലും പല പ്രാവശ്യം പുലി ഇവിടെ വരാറുണ്ട്. ഞങ്ങളുടെ ഡിപ്പാർട്ട്മെൻറ്റിനെ അറിയിക്കാറുണ്ട്. അവർ ഇവിടെ വന്നത് നോക്കി കണ്ട് ബോധ്യപ്പെട്ടു പോകാറുണ്ട്. പിന്നെ എൻ്റെ കോഴിക്കൂട്ടിലാണ് സ്ഥിരം ഇത് വന്ന് കയറുന്നത്. ഈ കൂട്ടിലേക്ക് ആദ്യമായിട്ടാണ് വരുന്നത്. ഇന്ന് രാവിലെയാണ് ഈ സാധനം വന്ന് പെടുന്നത്. അന്ന് വന്ന പുലി തന്നെയാണെന്നാണോ പറയുന്നത്? അല്ല, അന്ന് വന്ന പുലിയുടെ വീഡിയോയും ഫോട്ടോയും ഞാൻ എടുത്തതാണ്. ആ പുലിയല്ല എന്നുള്ളവർ എനിക്ക് 100% ഉറപ്പാണ്. അപ്പോൾ കൂടുതൽ പുലികളുണ്ട് ഈ ഭാഗത്ത്? കൂടുതൽ പുലികളുണ്ട്. എത്ര കോഴികളാണ് അന്ന് പിടിച്ചിരുന്നത്? എൻ്റെ 120ഓളം കോഴികളെ പിടിച്ചു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോഴികളെ അതിൻ്റെ ഉള്ളിലിട്ട് കടിച്ചു കൊന്നു. പിന്നെ ബാക്കി ഉണ്ടാകുന്നത് ചത്തുപോവുകയും ചെയ്തു. അതിനെല്ലാം ഞാൻ ഇതിലെ ബയോഗ്യാസിൽ കൊണ്ടുപോയി നിക്ഷേപിച്ചിട്ടുണ്ട്. അതാണ് 120ഓളം കോഴികളെയാണ് ഈ റോയ്ചേട്ടൻ്റെ ഈ പുലി പിടിച്ചിരുന്നത്. ഇപ്പോൾ എന്തായാലും റോയ്ചേട്ടൻ പറയുന്നത് ഈ പുലിയല്ല മുൻപ് വന്നത് എന്നാണ്. അതായത് 1ൽ കൂടുതൽ പുലികൾ ഈ പ്രദേശത്തുണ്ട് എന്നാണ് റോയ്ചേട്ടൻ പറയുന്നത്. ഇപ്പോൾ എന്തായാലും ഈ പുലിയെ മാറ്റാനുള്ള നടപടികൾ വനംവകുപ്പിന്റെ ഭാഗത്തു നിന്ന് പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ പോലീസ് അടക്കമുള്ളവർ ഇവിടെ എത്തിയിട്ടുണ്ട്. ആളുകളെ മാറ്റാനുള്ള കൂട്ടിലാണ് ഇപ്പോൾ പുലി കുടുങ്ങിയിരിക്കുന്നത്. 10-60 കോഴികളെ കഴിഞ്ഞ ദിവസം പിടികൂടിയതിനെ തുടർന്ന് നാട്ടുകാർ ആവശ്യപ്പെട്ടതിനെ തുടർന്നാണ് കൂട് സ്ഥാപിച്ചിരിക്കുന്നത്. അവിടെ വീണ്ടും വേറെയും പുലികളുണ്ട്, പുലിശല്യമുണ്ട് എന്നുള്ളതാണ് നാട്ടുകാർ ഇപ്പോഴും പറയുകയും ചെയ്യുന്നത്. ഷാബാസ് അഹമ്മദാണ് അവിടെ ചെന്ന ആ വിവരങ്ങൾ നമുക്ക് നൽകിയത്.